അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ CHCRൻ്റെ ഡയറക്ടർ ഖാദർ പാലായി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള അലി നോഫൽ, സാലിം അസ്ഹരി, നുഐമാൻ, സദസ്സിലുള്ള സുഹൃത്തുക്കളെ, ചെയറ് ഇങ്ങനെ ഒരു പരിപാടി കഴിഞ്ഞ വർഷം മുമ്പ് ആരംഭിച്ചതാണ്. അതിനുള്ള പ്രത്യേക ഒരു കാരണം, അക്കാഡമിക് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും അതിലുപരി വളരെ സജീവമായി ജ്ഞാന ഉൽപ്പാദന രംഗത്തും ജ്ഞാന പ്രസരണ രംഗത്തും പ്രവർത്തിക്കുന്ന അക്കാദമിക് എന്ന് നമ്മൾ പറയപ്പെടുന്ന ആളുകളും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് വളരെയധികമുണ്ട്. ഇതിലാരാണ് മികച്ചു നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ, സ്വകാര്യമായും പരസ്യമായും എല്ലാവരും പറയൽ അക്കാദമിക ഇതര രംഗത്തുള്ള ആളുകളാണ് എന്നുള്ളതാണ്. ഒരിക്കൽ MGS പറയുകയുണ്ടായി, കരീം മാഷിക്ക് ഒരു 10 PhD എങ്കിലും നൽകണമെന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപക്ഷെ MGS കഴിഞ്ഞാൽ പിന്നെ കരീം മാഷ സംഭാവനകൾ നോക്കിയാൽ കരീം മാഷ സംഭാവനകളായും മികച്ചു നിൽക്കുന്നത്. അതുപോലെ തന്നെ മാപ്പിളപ്പാട്ട് രംഗത്ത് ബാലകൃഷ്ണൻ മാഷായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ലോകത്തുനിന്ന് വിരമിച്ചു പോകുന്നതിന് മുമ്പും അതിന് ശേഷവുമെല്ലാം അവരുണ്ടാക്കിയ ഒരു ജ്ഞാനോൽപാദന പിന്നെ പ്രസരണത്തെപ്പറ്റി പുതുതലമുറക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഞങ്ങൾ ഇത് തുടങ്ങിയിട്ടുള്ളത്. അഗത്തി സഖാഫിയ എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. ഒരു ദിവസം രാത്രി അദ്ദേഹത്തിൻ്റെ ശിഷ്യനും എൻ്റെ അമ്മാവൻ്റെ മകനുമായ സലാഹുമായെത്തി ഒരു ദിവസം രാത്രി എന്നോട് അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. വീട്ടിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രാത്രി അദ്ദേഹം വരികയാണ്. അദ്ദേഹം വന്ന് അപ്പം ഒരു റെക്സിനെ പറ്റിയുള്ള സംഗീതം ഹലാലാണോ ഹറാമാണോ എന്ന് ചർച്ച ചെയ്യുന്ന ഒരു സാമാന്യം ഒരു 10-80 പേജുള്ള ഒരു അറിവ് മലയാളത്തിലെ ഗ്രന്ഥം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അത് അന്വേഷിച്ച് വന്നതാണ്. കൂട്ടത്തിൽ കുറേ കാര്യങ്ങൾ വേറെ കുറേ പുസ്തകങ്ങൾ കണ്ട് അതൊക്കെ എടുത്തു കൊണ്ടുപോയി. അപ്പം ഒരു സ്ഥലത്തൊരു പുസ്തകമുണ്ട് എന്ന് പറഞ്ഞാൽ അത് പാതിരാത്രിയും വന്ന് അന്വേഷിക്കുക, അത് കൊണ്ടുപോവുക, അത് സ്കാൻ ചെയ്യുക, ബുക്കാക്കുക, അതിന് ടിപ്പണി ചെയ്യുക എന്നെല്ലാം പറഞ്ഞാൽ അത് വളരെ അപൂർവമായി സംഭവിക്കുന്ന സംഗതിയാണ്. അങ്ങനെ ആ ബന്ധം തുടരുകയും അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ CHCRന് അദ്ദേഹം നൽകുകയും ചെയ്തു. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ പൗരാണികമായ 2 ലൈബ്രറി ഉണ്ടായിരുന്നത് ഒന്ന് അഹമ്മദ് ഖവാല ഷാരിയത്തിൻ്റെ ഷാരിയത്തുള്ള ലൈബ്രറിയും പിന്നെ പൊന്നാനി പള്ളിയിലുള്ള ലൈബ്രറിയുമാണ്. പല കാരണങ്ങൾ കൊണ്ടും അവിടെയുള്ള വിജ്ഞാനത്തിൻ്റെ കൂമ്പാരങ്ങൾ ഗവേഷകർക്കോ സാധാരണക്കാർക്കോ ലഭ്യമായിരുന്നില്ല. അഗത്തി സഖാഫിയെ അടയാളപ്പെടുത്തുന്നത് ഒന്ന് അതിലാണ്. അങ്ങനെ അദ്ദേഹം അത് പിന്നെ സ്കാൻ ചെയ്ത് കൊണ്ടുപോയി സൂക്ഷിക്കുക മാത്രമല്ല ഇത്, അത് ആവശ്യക്കാർക്ക് നൽകുകയും ആ ഓരോരോ ഗ്രന്ഥത്തെ പറ്റിയിട്ടും അദ്ദേഹത്തിനുള്ള ഒബ്സർവേഷൻ നൽകുകയും ചെയ്തു. ഒരു 4 മാസം മുമ്പ് മുഹമ്മദ് കുരിയ ലീഡെന്ന് വിളിച്ചു. ഒരു പൊന്നാനിയിലുള്ളൊരു കിതാബുണ്ടോ എന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ നമ്മളെ ലിസ്റ്റിലില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാ കിതാബും അഗത്തി നമുക്ക് തന്നതാണ്, എന്തുകൊണ്ട് ഇത് മിസ്സായി എനിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ഞാൻ മുഹമ്മദിനെ വിളിച്ച മുഹമ്മദ് പറഞ്ഞ്, ഞാൻ ഇന്നലെ അഗത്തിനെ വിളിച്ചിരുന്നു, അഗത്തി എനിക്ക് ആ കിതാബ് അത് അയച്ചു തന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നിരന്തരമായി ഗവേഷകരുമായി ബന്ധപ്പെടുകയും ഗവേഷകർക്ക് വേണ്ട പുസ്തകങ്ങളായിട്ടും കാര്യങ്ങളായിട്ടും നൽകുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ദൗത്യം. വേറെ ദൗത്യം, അദ്ദേഹം പുസ്തകങ്ങൾ ശേഖരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് പുസ്തകങ്ങൾ ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകവും അവിടെ കൊണ്ടുവെക്കും, കൗതുകത്തിന് അത് അവിടെ സൂക്ഷിച്ച് വെക്കും.
അത് ആവശ്യക്കാർക്ക് ഒരു പക്ഷേ നൽകിയെന്ന് വരും, നൽകിയില്ലാന്ന് വരും. അത് നല്ല കാര്യം തന്നെയാണ്. അഗതിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന സംഗതി ഈ പുസ്തകത്തിൽ എന്താണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നതാണ്. അയാൾ പുസ്തകം സൂക്ഷിക്കുക മാത്രമല്ല, രണ്ടാമത്തെ ഘട്ടം ആ പുസ്തകത്തെ എങ്ങനെ പ്രിസർവ് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം ആലോചിച്ചിരുന്നു. മൂന്നാമത്തത് ആ പുസ്തകത്തിൻ്റെ ദൗത്യം എന്താണോ, അത് ആർക്കാണോ വേണ്ടത് എന്നുള്ള ആളുകൾക്ക് ഒരു വൈമനസ്യവും കൂടാതെ നൽകിയിരുന്നു എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തെ പിന്നെ ഒരു 2 മാസം മുമ്പ് കാണാൻ ശ്രമിച്ചിരുന്നു. ഞാൻ അവിടെ വന്നപ്പോൾ അദ്ദേഹം സുഖമില്ലായിരുന്നു, അന്ന് കാണാൻ പറ്റിയില്ല. എങ്കിലും ഫോണിൽ കൂടെ സംസാരിക്കാറുണ്ടായിരുന്നു. എപ്പോഴും മാപ്പിള ഹെറിറ്റേജ് ലൈബ്രറിയിലെ കാര്യങ്ങൾ അന്വേഷിക്കുകയും പുസ്തകങ്ങൾ സംഘടിപ്പിച്ചതിനെ പറ്റി സംസാരിക്കുകയും ചെയ്തിരുന്ന ആളായിരുന്നു അദ്ദേഹം. കേരളത്തിലെ പാരമ്പര്യ പണ്ഡിതന്മാരെ പറ്റി, അതല്ലെങ്കിൽ ജൈവിക പണ്ഡിതന്മാരെ പറ്റി പറയുന്ന ഒരു ആക്ഷേപം അല്ലെങ്കിൽ പറയുന്ന ഒരു ഒബ്സർവേഷൻ, അവർ കാലികമല്ല എന്നുള്ളതാണ്. ഞാൻ അക്കാര്യത്തിൽ അവർ കാലികമാകരുത് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. കാരണം പണ്ഡിതന്മാർക്ക് 2 ദൗത്യമുള്ളത്. ഒന്ന് ജ്ഞാനോൽപാദനവും, 2 ജ്ഞാന വിതരണവും. അങ്ങനെ മുസ്ലിം പണ്ഡിതന്മാർക്ക് ജ്ഞാനോൽപാദനം അവരുടെ ഒരു ബാധ്യത ആണോ? എല്ലാം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇത് ഇസ്ലാമിന് മാത്രമല്ല, ഫിലോസഫിയിലേക്ക് ഒരു ചെല്ലുണ്ട്. സോക്രട്ടീസിന് ശേഷം ഫിലോസഫിയിൽ ആരും പുതുതായി ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ്. ഒക്കെ സോക്രട്ടീസ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ അങ്ങനെ വേണോ? ഹജ്ജത്തുൽ വിദാഇന്റെ അവസരത്തിൽ പറഞ്ഞത്, കൽപ്പിക്കപ്പെട്ടത് ഈ ജ്ഞാനത്തെ വിതരണം ചെയ്യാനാണ്. ജ്ഞാനത്തെ വിതരണം ചെയ്യാനാണ്. അപ്പോൾ ജ്ഞാനോൽപാദനം എന്ന് പറഞ്ഞാൽ അത് ഇൻഡിപെൻഡൻ്റായ സംഗതിയാണ്. അങ്ങനെ മുസ്ലിം പാരമ്പര്യ പണ്ട് ലോകത്ത് അങ്ങനെ പാരമ്പര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഒട്ടുമിക്ക കിതാബുകളും വ്യാഖ്യാനങ്ങളാണ്. നമ്മളിപ്പം വളരെയധികം പുകഴ്ത്തുന്ന, നമ്മൾ കൊണ്ടാടുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഫത്ഹുൽ മുഈൻ വരെ ഒരു ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനമാണ്. വ്യാഖ്യാനങ്ങൾ മാത്രമാണിതുള്ളത്. ജ്ഞാനം ആ രീതിയിൽ മാത്രമേ ഉൽപ്പാദിക്കപ്പെടുന്നുള്ളൂ. കാരണം ഇസ്ലാം ഡോക്യുമെൻ്റ് അതിൻ്റെ പ്രമാണത്തിൽ പ്രമാണബദ്ധമായിരിക്കണമെന്നാണ്. അപ്പോൾ പ്രമാണം എന്നുള്ള സംഗതി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല, ഫണ്ടമെൻ്റൽ സാധനം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. നമ്മൾ വെറും വ്യാഖ്യാനങ്ങൾ മാത്രം. മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ കണ്ടെത്തിയ കാര്യത്തെ വ്യാഖ്യാനിക്കുക മാത്രമാണ് ജോലി. അപ്പോൾ ആ രീതിയിൽ ആ ദൗത്യം വളരെ ഭംഗിയായി നിർവഹിച്ച ആളാണ് അഗത്തി ഉസ്താദ്. അദ്ദേഹം ഈ പ്രമാണങ്ങളുടെ വ്യാഖ്യാനമായ ഗ്രന്ഥങ്ങളെ അദ്ദേഹം വിതരണം ചെയ്തു എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യം. അതാണ് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ദൗത്യം. ഒരു വളയമില്ല ചാടൽ ഇസ്ലാമിക പണ്ഡിതന്മാർക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏത് കാര്യം നോക്കിയാലും വ്യാഖ്യാനങ്ങൾ മാത്രമാണ്. നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ഖുർആനെ മനസ്സിലാക്കുന്നത് അടിസ്ഥാനപരമായിട്ടല്ല, ഖുർആൻ്റെ വ്യാഖ്യാനത്തിൽ നിന്നാണ്. അത് അങ്ങനെ ആ രീതിയിൽ തൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹം നിറവേറ്റിയാളാണ്. ഞാനിത് പറയാനുള്ള കാരണം, ഇദ്ദേഹത്തെപ്പറ്റി ഇങ്ങനെ പരിപാടി വെച്ചപ്പോൾ ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ചത് ഈ ജ്ഞാനോൽപാദന രംഗത്ത് ഇദ്ദേഹത്തിന് എന്താണ് പങ്കെന്ന. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ജ്ഞാനോൽപാദനം എന്നുള്ളത് പൗരാണിക പണ്ഡിതന്മാർ അല്ലെങ്കിൽ പാരമ്പര്യ പണ്ഡിതന്മാർ അതൊരു വിഷയമായി എടുക്കാത്ത ആളുകളാണ്. അപ്പോൾ ആ രീതിയിൽ തികച്ചും പാരമ്പര്യത്തെ രീതി ജീവിക്കുകയും പാരമ്പര്യമായ മൂല്യങ്ങൾ പിന്നെ അനുഭവിക്കുകയും ചെയ്ത അദ്ദേഹം ജ്ഞാന വിതരണത്തിന് ഏറ്റവും ആധുനികമായ സംഗതികൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഏറ്റവും ആധുനികമായ സംഗതി. അദ്ദേഹത്തിൻ്റെ റൂമിൽ പോകുമ്പോൾ അദ്ദേഹത്തെ കാണൽ ഒന്നുകിൽ കമ്പ്യൂട്ടറിന് മുന്നിലാണ്, അല്ലെങ്കിൽ പ്രിൻ്ററിന് മുന്നിലാണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകം ബൈൻഡ് ചെയ്തുകൊണ്ടാണ്. അതിന് ഒരു പേരെന്താ, ബിബ്ലിയോ എന്താ, ഒരു പുസ്തകമായി 24 മണിക്കൂർ എൻഗേജ് ചെയ്യുന്ന ഒരു പേരുണ്ടല്ലോ. സത്യത്തിൽ അദ്ദേഹം അതായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിനും നമുക്കും പുറത്തു തരികയും അദ്ദേഹത്തെ നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറുകയും ചെയ്യട്ടെ. അദ്ദേഹത്തുമായി നിരന്തരമായ ബന്ധമുണ്ടായിരുന്ന ആളുകളാണ് ഇന്ന് നമ്മൾ സംവദിക്കാനുള്ളത്. ഇത് ഇങ്ങനെ ഒരു പരിപാടി വെച്ചത് അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ സംഭാവനകളെ പൊതുസമൂഹം അറിയണം, പ്രത്യേകിച്ചിട്ട് അക്കാഡമി തരത്തിലുള്ള ആളുകൾ അറിയണമെന്ന് നിലക്കാണ്. അദ്ദേഹം ചെയ്ത സേവനങ്ങളുടെ മൂല്യം
അത് വരും കാലങ്ങളിൽ കൂടുതൽ വ്യക്തമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഇനി നിങ്ങളോട് സംസാരിക്കാൻ നുഴയമാനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.